നാടുവിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാൻ ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ ആ കൊട്ടാരം തന്നിൽ. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായിട്ട് ഉള്ളത് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് മാത്രമാണ്. ഇന്ന് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും കൂടി ആയിട്ടുള്ള ഒരു സന്ദേശം തരുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ക്രിസ്മസിനും പുതുവത്സരത്തിനും സ്വർഗത്തിലെ ദൈവത്തിന് നമുക്ക് തരുവാനുള്ള സന്ദേശം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്മസിനോടുള്ള ബന്ധത്തിലും പുതുവത്സരത്തോടുള്ള ബന്ധത്തിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. ദൂതൻ അവരോട്, നമുക്കറിയാം സാഹചര്യം ഇതെല്ലാം നമുക്കറിയാം. ആട്ടിടയന്മാരോട് സ്വർഗത്തിലെ ദൂതൻ പറയുന്നതാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സന്ദേശം, ഉണ്ടാകുവാൻ ഭാവിയിലേക്ക് വരുവാനുള്ളതാണ്. മഹാസന്തോഷമാണ് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്മസും ന്യൂ ഇയറും നമുക്കറിയാം ലോകമെമ്പാടും ആഘോഷിക്കുന്ന 2 ദിനങ്ങളാണ്. നമുക്കറിയാം ഈ വർഷത്തെ ക്രിസ്മസ് ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ബിസിനസ് നടന്ന ഒരു വർഷമായിട്ടാണ് ഈ 2025 ക്രിസ്മസിന് ബിസിനസ്സുകാർ കാണുന്നത്. അതുപോലെ ന്യൂ ഇയർ ഇത് വളരെ അധികം ആളുകൾ ആഘോഷിച്ച 2 ദിവസങ്ങളാണ്. ഈ 2 ആഘോഷ ദിവസങ്ങളെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. സ്വർഗത്തിലെ ദൈവം അതിനെ എങ്ങനെ, ഇന്ന് വിശ്വാസികളും അല്ലാത്തവരും ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. ന്യൂ ഇയർ ആ പുതുവർഷത്തിന്റെ പ്രാധാന്യം അതിന്റെ പ്രാധാന്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളാതെ ആഘോഷിക്കുന്നവരാണ്. ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ 1-2 വാക്കുകൾ മാത്രം എനിക്ക് പറയുവാനായിട്ട്. ഒന്ന്, ഇവിടെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കായിട്ട് ഇന്ന് ക്രിസ്തു അത് നമ്മിൽ ജനിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ക്രിസ്തു നമ്മിൽ ഉരുവാകുവോളം പ്രസവവേദന അനുഭവിക്കുന്ന പൗലോസിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പൗലോസിന്റെ വലിയ ആഗ്രഹവും വേദനയും അർപ്പണവുമാണ് ഇന്ന് എല്ലാവരിലും ക്രിസ്തു ഉരുവാകണം എന്നുള്ളതാണ് പൗലോസിന്റെ ആഗ്രഹം, സ്വർഗത്തിലെ ആഗ്രഹം, നമ്മുടെ എല്ലാം ആഗ്രഹം. ഇന്ന് ക്രിസ്തു നമ്മിൽ ജനിക്കണം, എങ്കിൽ മാത്രമേ അതൊരു ആഘോഷമായിട്ട് തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ ആ ഭാഗം വിടുകയാണ്. പ്രധാനമായിട്ടും പുതുവർഷത്തോടുള്ള ബന്ധത്തിലാണ്. പുതുവർഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ വരവിനോട് നമ്മൾ ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അതിൽ നമ്മൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു വളർച്ച നമ്മിലുണ്ടാകണം. ഒരു വൃക്ഷം നമുക്കറിയാൻ നട്ട് കഴിയുമ്പോൾ ഓരോ വർഷവും കഴിയുമ്പോൾ അതിൻ്റെതായ വളർച്ചകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഇന്ന് പ്രിയപ്പെട്ട എല്ലോ സാമൂഹമായി പറഞ്ഞതുപോലെ ദൈവവചനത്തില് കായ്ക്കാത്ത വൃക്ഷത്തെ നോക്കി തോട്ടക്കാരൻ അത് വെട്ടിക്കളയാന്ന് പറയുമ്പോൾ
പുത്രനാം ദൈവം പറയുകയാണ്, ഇതിന്റെ ചോടൊക്കെ ഒന്ന് കിളച്ച് വളമിട്ട് ഒരു വർഷം കൂടി ഒന്ന് കാക്കട്ടെ, മേലിൽ അത് കായ്ച്ചെങ്കിലോ എന്ന്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വർഷത്തെ ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് ആ കായ്ക്കാത്ത അനുഭവത്തിൽ നിന്ന് കൂടുതൽ ഫലം കായ്ക്കേണ്ട അനുഭവത്തിലേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. നമ്മുടെ യാതൊരു കഴിവുകൊണ്ടുമല്ല, നമ്മുടെ കുറവുകളെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. എന്ത് ഫലം കായ്ക്കലിന്റെ കുറവുകളെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഒരു വർഷത്തെ ഒരു കോടി നീട്ടിത്തരുവാൻ. അപ്പം ഒരു വർഷത്തെ വളർച്ചയുണ്ടോ എന്ന് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, ഫലം കായ്ക്കുന്ന അനുഭവത്തിലേ നാം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ, അത് അധിക ഫലം കായ്ക്കുന്ന അനുഭവത്തിലുണ്ടോ എന്ന് നോക്കുമ്പോൾ, നല്ല ഫലം കായ്ക്കുന്ന അനുഭവത്തിലുണ്ടോ എന്ന് നോക്കുമ്പോൾ, സ്വർഗം നമ്മെ ആ ഫലം കായ്ക്കുമ്പോൾ ആ ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ സ്വർഗം തൃപ്തിയാവുന്നില്ല. അധിക ഫലം കായ്ക്കുന്ന അനുഭവത്തില് അതിന് ചെത്തി വെടിപ്പാക്കലിന്റെ അനുഭവം ഉണ്ടാകും. ആ ചോട് കിളച്ച് ആ വേരുകളൊക്കെ ഒന്ന് ഇളക്കി ആ വളം ചേർക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം കടന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പോ നമ്മളൊന്ന് കർത്താവിനോട് എന്റെ വരവിനോട് ഒരു വർഷം നമ്മൾ അടുത്തിരിക്കുന്നു. ആ ഒരു വർഷത്തെ വളർച്ച നമ്മൾ ഉണ്ടാകുവാനായിട്ട് വീണ്ടും നമ്മൾ പ്രിയ റെജി ഓർപ്പിച്ചതുപോലെ പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞുമായിട്ട് പോകുമ്പോൾ, ഇവിടെ പിൻപിലുള്ളത് മറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നാണ്. നമ്മളൊരു ലിസ്റ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ 2025 ദൈവം ചെയ്ത നന്മകൾ ദോഷങ്ങളുടെ ഒരു ലിസ്റ്റും കൂടെ എടുക്കുമ്പോൾ ദൈവ പൈതലിന്റെ അനുഭവത്തിൽ നന്മകളുടെ ലിസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ദോഷത്തിന്റെ ലിസ്റ്റ് ഉണ്ടാകുകയില്ല. കാരണം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി അത് വ്യാപരിക്കും എന്നുള്ളതാണ്. ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ തിന്മയുടെ കോളത്തിൽ ഒന്നുമില്ല. ലോകപ്രകാരം തിന്മ എന്ന് വിചാരിക്കുന്നതിനെ സ്വർഗ്ഗം അത് നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തും എന്നുള്ളതാണ്. നമ്മൾ ഈ ശോധന ചെയ്യുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ മാത്രമേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് കാണുവാനായിട്ട് കഴിയുള്ളൂ. വീണ്ടും പുതുവർഷത്തോടുള്ള അനുഭവത്തില് പഴയ 2025 നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ പാപങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കുവാനായിട്ട് കഴിയണം. ആ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയില് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് കഴിയണം. നമ്മുടെ പാപങ്ങളെ വെളിപ്പെട്ടു വരുവാനായിട്ട്. പരീക്ഷൻ പറയുന്ന പാപങ്ങളല്ല, പരീക്ഷൻ നമ്മെ കുറിച്ച് പറയുന്ന ആരോപണങ്ങളല്ല, നമ്മിലുള്ള പാപങ്ങൾ. ഈ പരീക്ഷൻ നമ്മൾ ആരോപിക്കുന്ന പാപങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാത്താന്റെ ഒരു തന്ത്രമാണ്. നമ്മുടെ യഥാർത്ഥമായ പാപത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വരാതിരിക്കാനായിട്ട് ആയിരിക്കും പരീക്ഷൻ ചില പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ അവൻ എടുത്തു കാണിക്കുന്നു. നമ്മൾ ഒരിക്കലും അതിനെതിരായിട്ട് പോരാടി നമ്മുടെ സമയം കളയരുത്. അവിടെ കർത്താവ് പറഞ്ഞതിൽ ഇവർ ചെയ്യുന്നുണ്ടെന്ന് അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്ക്. നമ്മുടെ യഥാർത്ഥമായ പാപം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ യഥാർത്ഥമായിട്ട് എന്താണ് നമ്മൾ വന്ന കുറവുകൾ അത് കണ്ടെത്തുവാനായിട്ട് കഴിയും. കുറവുകൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിപ്പാനും അത് കണ്ടെത്തുവാനും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനുമായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള കാര്യമാണല്ലോ. 365 പ്രാവശ്യം അതിൽ കൂടുതൽ ദൈവവചനത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വേദ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. അപ്പോ ആ 365 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് അതിന് പ്രാധാന്യമുണ്ട്. ഇന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട റെജി പ്ലേ ചെയ്ത പാട്ടുകളില് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട എന്നാണ് അവിടെ. നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങളുണ്ട്, കാറ്റുകളുണ്ട്, തടസ്സങ്ങളുണ്ട്. ഇവിടെ പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന്. ഇവിടെ പൗലോസ് തിമോത്തിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തുമ്പോൾ 2 തിമോത്തി 1-ാമത്തെ വാക്യത്തില് പൗലോസ് തിമോത്തിയോട് പറയുന്നത് ധീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്.
നമുക്ക് തന്നത് ഭീരുത്വത്തിന്റെ ദൈവ മക്കളെ സംബന്ധിച്ച് ഭീരുത്വത്തിന് ഭയപ്പെടുവാൻ അവന് യാതൊരു അവകാശവുമില്ല. കാരണം നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുക. ദൈവ വചനത്തിലേക്ക് നോക്കുമ്പോ ഈ ഭയപ്പാടിനെ കുറിച്ച് ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-10 വാക്യത്തിലാണ്. ആദം ആ വിലക്കപ്പെട്ട് തന്നെ തിന്നു കഴിഞ്ഞ് ആ സ്വർഗത്തിലെ പിതാവ് വരുമ്പോൾ ഇവർ മരത്തിന്റെ പിറയിൽ ഒളിക്കുകയാണ്. അപ്പൊ ഓടി ചോദിക്കുമ്പോ അതിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10 വാക്യം എങ്ങനെയാണ്? ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നഗ്നനാകുമ്പോൾ നമുക്ക് അവിടെ അവർക്ക് ഭയം ഉണ്ടാകുകയാണ്. മരത്തിന്റെ പിറകില് ഒളിച്ചിരിക്കുന്ന ആദമിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോ താലന്തുകളുടെ ഉണ്മയിൽ 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുത്ത അനുഭവം ഉണ്ടല്ലോ. അവിടെ 1 താലന്ത് ലഭിച്ചവൻ വിശദം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, യജമാനെ നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതയ്ക്കാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് അറിഞ്ഞ് ഭയപ്പെട്ട് എന്ന് നിന്റെ താലന്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന്. സ്വർഗത്തിലെ പിതാവിന് ശരിക്കും അറിയാത്ത ഒരുവനാണ്. അവനെ കുറിച്ച് എന്താണ് പറയുന്നത്? വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതയ്ക്കാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായിട്ടാണ്. ദൈവം ഇത്ര കഠിനമാണോ ദുഷ്ടനാണോ എന്ന് ചോദിച്ച അനേകരെ കാണുവാനായിട്ട് കഴിയും. ഞാനും ഒരു സമയത്ത് അങ്ങനെ ദൈവം ഇത്ര കഠിനമാണോ ദുഷ്ടനാണോ എന്ന് ചോദിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ കർത്താവിനെ ശരിക്കും അറിയുന്നതിന് മുമ്പ്. ഇവിടെയും അത് തന്നെയാണ് 1 താലന്ത് ലഭിച്ചവൻ ഭയപ്പെടുന്നത്. അവൻ ഭയപ്പെട്ട് ചെന്നതിന്റെ താലന്ത് മറച്ചു വെച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഭയത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തില് നമ്മൾ അനേക ഭാഗങ്ങൾ കാണുകയാണ്. ഇവിടെ എബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവിടെ എബ്രഹാമിന്റെ ജീവിതത്തിൽ അനേക ഭാഗങ്ങൾ ഭയത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അവിടെ അഭിമാനത്തിന്റെ അടുത്ത് സുന്ദരിയായതുകൊണ്ട് ഭയപ്പെട്ട സഹോദരി എന്ന് പറഞ്ഞതായിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തില് സൗന്ദര്യം ഉണ്ടായാൽ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ മക്കൾക്ക് കട്ടായി പോയോ? കട്ടായിട്ടുണ്ടോ? കേക്കാം പക്ഷെ വീഡിയോ പോയി. എന്റെ സ്ക്രീനിൽ നിന്ന് കട്ടായി പോയി. എന്താണ് ഇതിനു മുമ്പ് അങ്ങനെ ഓക്കെ. അപ്പൊ സൗണ്ട് കേൾക്കാറില്ലേ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് സൗന്ദര്യം ഉള്ളത് കൊണ്ട് ഭയപ്പെടുക. ധനം ഉണ്ടായാൽ ഭയത്തിന്റെ അനുഭവം, ധനം ഇല്ലെങ്കിൽ ഭയത്തിന്റെ അനുഭവം, മക്കൾ ഉണ്ടായാൽ ഭയത്തിന്റെ അനുഭവം, മക്കൾ ഇല്ലെങ്കിൽ ഭയത്തിന്റെ അനുഭവം. അപ്പൊ വിവിധ രീതികളിൽ ഇന്ന് ഭയത്തിന്റെ അനുഭവം പറയാം. പക്ഷേ ഈ ഭയത്തിന്റെ അനുഭവം എന്ന് വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഒരു രോഗമൊക്കെ വരുമ്പോ നമ്മളെ സാധാരണ അവരെ കണ്ടിട്ട് പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ദൈവം പറയുന്നത് അങ്ങനെയല്ല. ദൈവം ഒരു ദൈവമകനോട് ഭയപ്പെടേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനോട് പോക്കുവഴിയും അവിടെ ദൈവം കണ്ടിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഞാൻ അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അബ്രാഹാമിനോട് ഭയപ്പെടേണ്ട എന്ന് ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ അബ്രാഹാമിനോട് ഭയപ്പെടേണ്ട എന്ന് പറയുവാനുള്ള കാരണം? അത് അറിയണമെങ്കിൽ 14-ാം അധ്യായത്തിലേക്ക് നോക്കണം. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചുമ്മാ വായിക്കുമ്പോൾ അത് മനസ്സിലാകില്ല. 15-ാം അധ്യായത്തില് അവിടെ പറയുന്നത് 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്ക് എതിരായിട്ട് അവിടെ പോരാടിയതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിൽ 5 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സോദോം രാജാവുണ്ട്. സോദോം രാജാവ് ഉണ്ട് എന്നുള്ളതില് ഇബ്രാഹിമിനോട് ബന്ധത്തിൽ എന്താണെന്ന് വെച്ചാൽ ലോത്ത് അവിടെ സോദോമിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോ ലോത്തിനുള്ള സർവ സ്വത്ത് സമ്പത്തുകളും സേവനത്തെയും ഈ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് അതിനെ കംപ്ലീറ്റ് അവര് കൊണ്ടുപോയി എന്നുള്ളതാണ്.
അപ്പോ ഈ ലോകത്തിന്റെ സമ്പത്തും ലോകത്തിന്റെ സ്ത്രീജനങ്ങളെയും ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോയി എന്നുള്ളത് എബ്രഹാമിനെ അടുത്ത ഒരു ദൂതൻ കൂടി അറിയിച്ചപ്പോൾ എബ്രഹാം ഒരു 318 പോരാളികളുമായിട്ട് ചേർന്ന് ഈ 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഈ സ്വത്തുവകയും സ്ത്രീജനത്തെയും വീണ്ടെടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇത് വീണ്ടെടുത്ത് വരുന്ന ഈ എബ്രഹാമിനെ രാജാവായ മൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊടുത്ത് എതിരേൽക്കുകയും അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. സ്വരാജാവായ സമ്പത്തും എബ്രഹാമിന് വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പക്ഷേ എബ്രഹാം ഒരു സ്വത്തും ഒന്നും അവിടെ വാങ്ങിക്കാതെ ആളുകളെ മാത്രം അവൻ സ്വീകരിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്കവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിക്കുമ്പോൾ എബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ഭയത്തിന്റെ രൂപം അവിടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒരു യുദ്ധം ജയിച്ചു വരുന്ന വീരാനായ എബ്രഹാമിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പക്ഷെ 15-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, അതിനുശേഷം എബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതിനാൽ എബ്രഹാമേ ഭയപ്പെടേണ്ട. അപ്പൊ എബ്രഹാമിന്റെ ജീവിതത്തിൽ ഭയമുണ്ട് എന്ന് ഉള്ളതുപോലെ ശോധന ചെയ്ത് അറിയുന്ന സ്വർഗത്തിന് ദൈവത്തിന് മനസ്സിലാക്കി എബ്രഹാമിന് ഭയമുണ്ട്. എന്താണ് എബ്രഹാമിന് ഭയമുണ്ടാകുവാനുള്ള കാരണം? ഇവിടെ എബ്രഹാം 4 രാജാക്കന്മാർക്ക് എതിരായിട്ടാണ് പോരാടിയത്. 4 രാജാക്കന്മാർ ചേർന്നുള്ള സൈന്യം എന്ന് പറയുന്നത് വലിയ ഒരു സൈന്യമാണ്. എബ്രഹാമിന്റെ പക്കൽ എന്താണ് 318 പോരാളികളാണ്. അവർ അത്രയും ആയുധ അഭ്യാസത്തിൽ അത്ര വലിയ നിയമന്മാരൊന്നുമല്ല. പക്ഷെ 318 ഒരു പോരാളികളുണ്ട്. അവരും കൊണ്ട് തന്റെ സഹോദരൻ അപകടത്തിലാണ് എന്ന് അറിഞ്ഞപ്പോ കേട്ടതായി ആ ഉള്ള ആളുകളെയും കൊണ്ട് അപ്പോഴത്തെ ആവശ്യത്തിൽ എബ്രഹാം പുറപ്പെട്ടതാണ്. എബ്രഹാം പുറപ്പെട്ടു. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കൃപയും വഴിനടത്തുന്ന എബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവന് യുദ്ധം ജയിക്കുവാനും ഒക്കെ സാഹചര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എബ്രഹാം തന്നെ ഒന്ന് ഓർത്തു കഴിഞ്ഞപ്പോ എന്നാലും ഞാൻ ഈ 318 പേരുമായിട്ട് അനേകം ആയിരങ്ങളുള്ള 4 രാജാക്കന്മാർക്ക് എതിരായി പോരാടി ഞാൻ ജയിച്ചത്. ഇനി അവര് ഒരു സൈന്യമായിട്ട് തിരിച്ച് എന്നെ ആക്രമിക്കുവാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഭയപ്പെട്ടു. അവിടെയാണ് എബ്രഹാമിന് ഭയമുണ്ടായത്. നമ്മളൊരു കാര്യമൊക്കെ പെട്ടെന്ന് എടുത്തൊക്കെ ചെയ്ത് ചാടിക്കഴിയുമ്പോൾ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടായത്. എബ്രഹാമിനോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ രാജാക്കന്മാര് വന്ന് ആക്രമിക്കാനോ എന്നുള്ള ഭയം. അപ്പോ ഞാൻ പറഞ്ഞുവല്ലോ, ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി എന്താണ്? ഇവിടെ ഭയപ്പെടേണ്ട എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമായിരിക്കുന്നു. പരിചയം എന്ന് പറഞ്ഞ പ്രത്യക്ഷനാണ്. ഈ ഭയപ്പെടേണ്ടത് അതിന് ചെയ്തവൻ സ്വർഗത്തിലെ പിതാവായ ദൈവം ഇന്ന് എബ്രഹാമിനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് ലോകമുണ്ടാക്കിയ പരിചയമല്ല, ഞാൻ നിന്റെ പരിചയമാണ്. ദൈവം തന്നെ നിന്റെ പരിചയമാണ്. ഒരു ദൈവം നമുക്ക് പരിചയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ ഭയപ്പെടണം? അപ്പോ ആദ്യം തന്നെ എബ്രഹാമിന്റെ ഭയം ആ 4 രാജാക്കന്മാരെ ആക്രമിക്കുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നറിയാതെ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന എബ്രഹാമിന് ദൈവം ഭയപ്പെടേണ്ടെന്ന് മാത്രമല്ല പറഞ്ഞത്, അതിനെ പ്രതിവിധിയും കൊടുത്തു, ആ പരിചയം കൊടുത്തു, ദൈവത്തെ തന്നെ പരിചയമായി കൊടുത്തു. എത്ര ശേഷം ലോകത്തില് ഇന്ന് നമുക്കറിയാവുന്ന യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയും റഷ്യയെയും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിക്കുകയാണ്. അവരിന്ന് ആശ്രയിക്കുന്ന അവരുടെ ആ യുദ്ധ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാമഗ്രികളുടെ അത് ചിലപ്പോൾ വിജയിച്ചെന്ന് വരാം, ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം. പക്ഷേ ഇതുപോലെയല്ല സ്വർഗം തരുന്ന ആ പ്രതിരോധം എന്ന് പറയുന്നത്, ആ സ്വർഗം തരുന്ന പരിച എന്ന് പറയുന്നത്, സ്വർഗം തരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവവൈദ്യന് അവിടെ ഭയപ്പെടുവാനായിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി വേറൊരു കാര്യവും കൂടി അവിടെ എബ്രഹാമിന് കൊടുത്തിരിക്കുകയാണ്. നീ എന്താണ്? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. എന്താണ് പ്രതിഫലത്തിന്റെ ആവശ്യം വരുന്നത്?
നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഒരു പ്രതിഫലത്തിന്റെ ആവശ്യം വരുന്നത്? ഇവിടെ നമുക്ക് ഈ 14-ാം അധ്യായം ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ സോദോം രാജാവ് വലിയ ഒരു സമ്പത്താണ് എബ്രാഹിമിന് അവിടെ വാഗ്ദാനം ചെയ്തത്. പക്ഷെ അന്നേരത്തെ ആ സാഹചര്യത്തിൽ എബ്രാഹാം അത് നിരസിക്കുകയാണ്. പക്ഷെ ഈ തുടർന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോ എബ്രാഹാമിന് വലിയ ഒരു ധനത്തിന്റെ ആവശ്യമുണ്ട് എന്നത് മനസ്സിലായി. കാരണം ഒരു സൈന്യത്തെ ഈ എബ്രാഹാമിന് രൂപപ്പെടുത്തണമെങ്കിൽ, അവരെ അഭ്യസിപ്പിക്കണമെങ്കിൽ, അവരെ പഠിപ്പിക്കണമെങ്കിൽ വലിയ ഒരു ധനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ എബ്രാഹാം വാഗ്ദാനം ചെയ്യാൻ ആ പ്രതിഫലം ആ വാഗ്ദാനം നിരസിച്ചത് മണ്ടത്തരമായി പോയോ എന്ന് ചിന്തിക്കുന്ന ഇബ്രാഹിം ഇത് ചിന്തിക്കുമ്പോ സ്വർഗമായിരുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ ഈ ലോകത്തിന്റെ പ്രതിഫലമല്ല, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലമായിട്ട് തരുന്ന ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നോക്കി, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നോക്കി, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നോക്കി അതിനനുസരിച്ചുള്ള പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന, അത് നിസ്സാരമായ ഒരുക്കമല്ല, ദൈവത്തെ തന്നെ തന്ന് എബ്രാഹാമിന് ദൈവത്തെ തന്നെ പരിചയമായി കൊടുത്ത്, ദൈവത്തെ തന്നെ പ്രതിഫലമായി കൊടുത്ത് എബ്രാഹാമിന്റെ ഭയത്തെ നീക്കിയ അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിലേക്ക് നോക്കുമ്പോ ഇസ്ഹാക്കിന് എന്റെ അനുഭവത്തില് 26-ാം അധ്യായത്തില് അവിടെ ഒരു വലിയ ക്ഷാമ അനുഭവത്തിൽ വന്നപ്പോഴ്, ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ വന്നപ്പോഴ് അവിടെ ഇസ്ഹാക്ക് കൃഷി ചെയ്തു 100 മേനി അവിടെ വിളവ് ലഭിച്ചു എന്നാണ്. ഇത് കൊണ്ട് ഫെലിസ്ത്യർ അതിൽ അവിടെ തെളിഞ്ഞാക്രമിക്കാൻ തുടങ്ങിയപ്പോ ഇസ്ഹാക്ക് അവിടെ ഭയപ്പെട്ടു എന്നാണ്. ഇവിടെ നമുക്ക് വെളിവർദ്ധിക്കുമ്പോ ശത്രുക്കള് നമുക്ക് ആക്രമിക്കാൻ തുടങ്ങും, നമ്മൾ ഭീതി ഉണ്ടാക്കുക. അവിടെയും സ്വർഗം എടുപ്പില്ല എന്ന് ഇസ്ഹാക്കിനോട് അരുളിച്ചത് ദൈവത്തെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നന്മകളുണ്ടാകുമ്പോൾ, ഐശ്വര്യങ്ങളുണ്ടാകുമ്പോൾ, വീഴ്ചകളുണ്ടാകുമ്പോൾ ഇവിടെ നമ്മെ ഭയപ്പെടുത്തുവാനായിട്ട്, മറ്റുള്ള ഭയപ്പെടുത്തുവാനായിട്ട് തുടങ്ങുമ്പോൾ സ്വർഗം ഇടപെട്ട് നമുക്ക് അതിൽ നിന്ന് വിടുതൽ തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയുകയാണ്. നമുക്കറിയാം ഇവിടെ മറിയ ഭയത്തിന്റെ അനുഭവത്തിലാവാനുള്ള കാരണം എന്താണ്? കന്യകയായ ഒരു സ്ത്രീ അവിടെ വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ, ഗർഭം ധരിക്കുന്ന അവസ്ഥയല്ല, പരപുരുഷ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ആ കാലത്ത് ശിക്ഷ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയ ഒരു ശിക്ഷ ലോകം വിധിക്കുന്ന ആ സാഹചര്യത്തില് ആ മറിയയുടെ ഇവിടെ ഗർഭം ധരിച്ചിരിക്കുന്ന അനുഭവമാണ്. അപ്പോ ആ മറിയയുടെ ജീവിതത്തിൽ എത്ര വലിയ ഭയത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു നമുക്കത് സങ്കല്പിക്കാനും കഴിയാത്ത ഒരു അനുഭവത്തിൽ ഉള്ള ഒരു ഭയമാണ് മറിയയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അപ്പോ ആ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോ, ഭയത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് അവിടെ എന്താണ് ആദ്യം ദൈവം കൊടുക്കുന്നത്? നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. രോഗം അപ്പോസ്തലനെ ബാധിക്കുമ്പോൾ ദൈവത്തിന്റെ 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് അവിടെ സൗഖ്യമാണ് കൊടുക്കുന്നത്. നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയില് എന്റെ ശക്തി തികഞ്ഞു വരും. ഈ ലോകത്തിലെ രോഗസൗഖ്യങ്ങളെക്കാൾ, ഈ ലോകത്തിലെ ധനസമൃദ്ധിയേക്കാൾ സ്വർഗത്തിലെ കൃപ, ദൈവത്തിന്റെ കൃപ എത്ര വലിയതാണ് എന്നവരെ എടുത്തു കാണിക്കുക. അപ്പൊ പൗലോസപ്പോസ്തലൻ അത് തൃപ്തമാണ്. അപ്പൊ ഞാൻ ആയിരിക്കുന്ന ദൈവ കൃപയാൽ എന്ന് പിന്നെ ആ ദൈവത്തിന്റെ കൃപയെ ഉയർത്തി കാണിക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് പിന്നെ അവിടെ കാണാനായിട്ട്. നമുക്ക് ലോകത്തിലെ രോഗസൗഖ്യങ്ങളെക്കാൾ, സമൃദ്ധികളെക്കാൾ, മറ്റേത് പ്രയോഗത്തെക്കാൾ വിലയേറിയാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കന്യാമറിയാമിന്
ഭീതിയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. വീണ്ടും 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് മറിയമിനെ ധൈര്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീളും. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കഴിവ് നമ്മിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലുണ്ടെങ്കിൽ ലോകത്തിലെ എന്തു തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തു തന്നെ പ്രതിസന്ധികളായിക്കോട്ടെ, ശത്രുക്കൾ ഏത് വിധത്തിലായിക്കോട്ടെ, അതിനെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ടുള്ള, അതിന്റെ സന്തോഷത്തോടെ സ്വീകരിച്ച് ധൈര്യത്തോടുകൂടി ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് കൂടി നമുക്കവിടെ കാണുവാനായിട്ട്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വന്നു, അത്യുന്നതന്റെ ശക്തി അവിടേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നത്, പ്രശ്നങ്ങളെ വലുതാക്കി കാണുകയാണ്. പക്ഷേ പ്രശ്നങ്ങളെക്കാൾ വലിയതായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനേക ഉന്നതന്മാരുണ്ടെങ്കിലും അത്യുന്നതരായിട്ടുള്ളത് ഒരുവന്മാരാണ്. അനേക ശക്തന്മാരുണ്ടായിരിക്കും ശക്തനായിട്ടുള്ളത് ഒരുവനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ വരും, പരാജയങ്ങൾ വരും, നഷ്ടങ്ങൾ വരും. പക്ഷേ നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുക, നമ്മുടെ നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി മാറ്റുക, നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ മതിയായവൻ സ്വർഗ്ഗത്തിലുണ്ട്. നമ്മുടെ പാപങ്ങളെ ഓർത്തായിരിക്കുന്നു നമ്മുടെ രീതിയെ എന്നതിനെ കുറിച്ച് ഓർത്തായിരിക്കും. ഇന്ന് ധ്യാനസങ്കീർത്തനത്തില് അത് ഭക്തന്മാരുടെ മരണമേ ഭൂമിക്ക് വിലയേറുക എന്ന് പറയുക. മരണഭീതിയിലിരിക്കും. ദൈവം വളരെയായിട്ടാണ് നമുക്ക് ബലവും ശക്തിയും തരുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, പ്രശ്നത്തിന്റെ പരിഹാരങ്ങളിലേക്ക് നമുക്ക് നോക്കുവാനായിട്ട് കഴിയണം. തന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം, ഒരു തടസ്സം അല്ലെങ്കിൽ വലിയൊരു പോരാട്ടം അവന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഗോപുരത്തിലേക്കല്ല നോക്കിയത്, സ്വർഗത്തിലേക്കാണ് നോക്കിയത്. അങ്ങനെയായിട്ട് ദൈവം അവനെ ഒരുക്കുകയായിരുന്നു. അത് ഒരുക്കപ്പെട്ട സ്വർഗം ലോകമത് കണ്ടിട്ടില്ല, ലോകത്തിലേക്ക് ദാവീദ് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്താണ് അപ്പോൾ ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, തന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ തന്റെ ആ ആളുകളെ ആക്രമിക്കാൻ വന്ന സിംഹത്തെയും കരടിയെയും നേരിടുവാൻ സഹായിച്ച എന്റെ ദൈവം ഈ ഫെലിസ്തീനെയും നേരിടുവാൻ എന്നെ സഹായിക്കും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. വിശ്വാസമായി മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.